വാഷിംഗ്ടണിൽ നടന്ന ട്രംപ് സെലൻസ്കി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ആ ഒരു ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഒരു വലിയ വാർത്ത കൂടി എത്തിയിരിക്കുന്നു. ഈ മാസം അവസാനം, അതായത് ഓഗസ്റ്റ് 31-ന് ചൈനയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വെച്ച് ഷീ ജിൻ പിങ്ങുമായിട്ട് ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടത്തും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ട്രംപും പുടിനുമായി അലാസ്കയിൽ നടന്ന ചർച്ചകളെ കുറിച്ച് വിശദമായി തന്നെ ഒരു ബ്രീഫിംഗ് വ്ളാഡിമിർ പുടിനും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. നിലവിൽ നമ്മളുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ റഷ്യയിൽ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലും എത്തിയിരിക്കുന്നു. രണ്ട് കൂട്ടരും ചർച്ച നടത്തുകയാണ്. എസ് ജയശങ്കർ പുടിനുമായിട്ട് ചില ചർച്ചകൾ നടത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ അജിത് ഡോവലുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് എസ് ജയശങ്കർ റഷ്യയിലേക്ക് പോയത്. ഏതായാലും ഈ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ കുറെ കാലമായി ഉയർത്തുന്ന ഒരു വലിയ സംശയം RIC റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം ശക്തി പ്രാപിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഏതായാലും അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ആ മൂന്ന് രാഷ്ട്രത്തലവന്മാരും ചൈനയിൽ ഒത്തുകൂടുന്നു. ചൈനയിലെ ടിയാൻജിൽ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കാണ് എത്തുന്നത്. ഇതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച. ഇതിന് സമാനമായ കൂടിക്കാഴ്ചകൾ നമ്മൾ റഷ്യയിലും ഇതിനു മുമ്പ് കണ്ടിരുന്നു. അതുപോലെ ഒരു കൂടിക്കാഴ്ചയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഭാഗത്തെ കൊണ്ടുപിടിച്ച് അമേരിക്ക സമാധാനത്തിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുമ്പോൾ വളരെ ശക്തമായ നിലയിലേക്ക് ഇന്ത്യ, റഷ്യ, ചൈന നിലകൊള്ളുന്നു. കടുത്ത നിലപാടുമായി പുടിൻ നിലകൊള്ളുന്നു. തൻ്റെ നിലപാടുകളൊന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്നറിയില്ല, അതോ കൂടുതൽ വ്യാപിക്കുമോ എന്നും അറിയില്ല. ഏതായാലും അമേരിക്കയുടെ താരിഫ് അടക്കമുള്ള ഒരു വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു നീക്കം ഈ പറയുന്ന ത്രികക്ഷി സഖ്യത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.